ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റോസീസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഒരു ചക്ക കിട്ടി. അപ്പം നമ്മൾക്കൊന്ന് വേവിക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ മുറിച്ച് കിട്ടിയത് കൊണ്ട് എളുപ്പമുണ്ട് ഇതൊന്ന് വെട്ടാനായിട്ടൊക്കെ. അല്ലെങ്കിൽ ഒരു ചക്കയായിട്ട് മുഴുവത്തോടെ കിട്ടിയാൽ എൻ്റെ കയ്യിൽ പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയ പോലെ അതിട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടിയിട്ടുകൊണ്ട് ബുദ്ധിമുട്ടാണ്. പക്ഷെ ചക്ക വേവിച്ചത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എങ്ങനെയുമൊക്കെ അത് വെട്ടി വേവിക്കും. നല്ല ടേസ്റ്റല്ലേ കഴിക്കാൻ. ആർക്കാണ് ഇഷ്ടമില്ലാത്ത ചക്ക വേവിച്ചതല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഉള്ള എല്ലാവർക്കും ഇഷ്ടമാണ് ചക്ക വേവിച്ചത്. അപ്പം ഞാനിതൊന്ന് വെട്ടി അടത്തി എടുക്കാൻ പോവുകയാണ്. വാവ്, രക്ഷപ്പെട്ടു. ഇത്രയൊന്നായി കിട്ടിയ രക്ഷപ്പെട്ടു. ഇനി ഇതിനെ ഇങ്ങനെ ഈ ചക്ക വെട്ടുന്നത് ഞാൻ എൻ്റെ മദർ-ഇൻ-ലോയെ കണ്ടാണ് പഠിച്ചത്. ഒരു ചക്ക കൊടുത്താൽ ഈസി ആയിട്ട് വെട്ടി നുറുക്കി കയ്യിൽ തരും. പിന്നെ നമുക്ക് അരിഞ്ഞ് വേവിച്ചാൽ മാത്രം മതി. അരിഞ്ഞും തരും. അരിഞ്ഞ് വേവിച്ചാൽ മാത്രം മതി. നല്ല എക്സ്പേർട്ടായിട്ട് ചെയ്യുന്നതാണ്. അത് കണ്ടാണ് ഞാനിപ്പോൾ ഇത് പഠിച്ചത്. ഇങ്ങനെ ഇവിടെ ഒരു കുത്തും, ഇവിടെ ഇങ്ങനെയും കൂടെ ഒന്ന് കുത്തും. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കിട്ടും. ഇതൊക്കെ ഞാൻ എൻ്റെ ഇവിടുത്തെ അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് പഠിച്ചെടുത്ത വിദ്യകളാണ്. നമ്മൾക്കിതെല്ലാം അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈ കൂഞ്ഞിയും കൂടെ ചെത്തിക്കളഞ്ഞിട്ട് ഇതെല്ലാം അടത്തിയെടുത്ത് അരിഞ്ഞു വെക്കാം. ചക്ക വെട്ടുമ്പോൾ ഒരു കാര്യം എനിക്ക് നിർബന്ധമാണ്. ഈ ചക്ക വെട്ടിക്കഴിയുമ്പം ചക്കയുടെ കുരു ഒരിടത്ത്, ചോള ഒരിടത്ത്, മടൽ ഈ പേപ്പറിലോട്ട് വീഴും. അല്ലെങ്കിൽ ഒരു ചാക്കെടുത്തിടും. ഈ വീഴുന്ന സാധനങ്ങളെല്ലാം ചക്ക വെട്ടി കഴിയുമ്പോൾ ഇവിടെ ചക്ക വെട്ടിയെന്ന് പോലും തോന്നുകയില്ല. ഇതിങ്ങനെ ചുള എടുത്തെടുത്ത് ഇങ്ങോട്ടിട്ടിട്ട് കുരു പിന്നെ കീറിയിട്ടാലും മതി. അപ്പോൾ ഈസി ആയിട്ട് പെട്ടെന്ന് തീർക്കാം. ചകിണി മാറ്റി ഇങ്ങനെ വെക്കാം. അപ്പം ചക്ക അടത്തി ഇടാനായിട്ട് ഒരാളെ കൂടെ കൂട്ട് കിട്ടി. ഭർത്താവിനെ കൂടെ കൂട്ട് കിട്ടിയിട്ടുണ്ട്. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടല്ലോ. മോൻ വർക്ക് ചെയ്യുന്നു, ഓഫീസിലാണ്. അല്ലെങ്കിൽ മോനെയും പിടിച്ചിരുത്തിയേനെ. ഓഫീസ് വർക്കൊക്കെ ചെയ്യാനുള്ളതുകൊണ്ട് റൂമിലാണ്. ചക്കയൊക്കെ വെട്ടാൻ എല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ ഒരു നല്ല രസമാണ്. അത് നല്ലൊരു എൻജോയ്മെൻ്റ് ആയിക്കോളും. പിന്നെ ചക്ക വേവിച്ച് കഴിക്കാനാണേലും എല്ലാവരും ഉണ്ടെങ്കിലേ കഴിക്കാനും ഒരു രസമുള്ളൂ. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഈ സമയത്തായതുകൊണ്ട് എല്ലാവരും ഉണ്ട് വീട്ടിൽ. അതുകൊണ്ട് എല്ലാവർക്കും കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കുകയും ചെയ്യാം. കണ്ടോ, ഇങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് അതും ഒരു സഹായം. ഇപ്പോൾ എല്ലാം ചക്ക മുഴുവൻ ഞാൻ അരിഞ്ഞെടുത്തു. ഇത് ഓരോ ചക്കച്ചുളയും നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ നീളത്തിലാണ് അരിഞ്ഞെടുത്തത്. ആ ചക്കച്ചുളയുടെ നീളത്തിൽ തന്നെ അരിഞ്ഞു. ഇനി നമ്മൾക്കിതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ ഫ്ലെയിമും കൊടുത്തിട്ടുണ്ട്. ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. ഈ നേരത്ത് നമുക്ക് ചക്കയുടെ അരപ്പ് ചേർക്കാനായിട്ടുള്ള തേങ്ങയും ചിരണ്ടി അതിനുള്ള സാധനങ്ങളും എല്ലാം എടുത്ത് വയ്ക്കാം. ഇങ്ങനെ ആവിയെല്ലാം കയറി കഴിയുമ്പോൾ നല്ലപോലെ ഒന്ന് കുടഞ്ഞ് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. വെള്ളം പറ്റിയൊന്നൊന്ന് നോക്കാം. ഒരു സ്പൂണിൻ്റെ ചൂട് വെച്ച് ഇങ്ങനെ ഒന്ന് നോക്കിയാൽ മതി വെള്ളമുണ്ടോ ഇല്ലയോ എന്ന്. വെള്ളമില്ലെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒന്ന് തിരിച്ചും മറിച്ചും എല്ലാ വശത്തോട്ടും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ആവശ്യത്തിന് വെള്ളമുണ്ട്. ചക്കയ്ക്കുള്ള തേങ്ങ ചിരണ്ടി, ചക്കയ്ക്ക് കുറച്ച് കൂടുതൽ തേങ്ങ നല്ലപോലെ ചേർക്കുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ ഞാനൊരു വലിയ മുറിയും കുറച്ചും കൂടി ചേർത്തിട്ടുണ്ട്.
അപ്പം തേങ്ങ എടുത്തു. പിന്നെ വേണ്ടത് കാന്താരിയാണ്. കാന്താരി ഉണ്ടെങ്കിൽ കാന്താരിയാണ് ചേർക്കേണ്ടത്. പക്ഷേ കാന്താരി ഇല്ലാത്തത് കൊണ്ട് തന്നെ പച്ചമുളക് എടുത്തു. ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഇതിലേക്ക് ഒരു 5-6 ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കുടം വെളുത്തുള്ളി ഞാൻ ഇടാറുണ്ട്. പിന്നെ ഇതിലേക്ക് കോട്ടയം സൈഡിലൊക്കെ കുറച്ച് ജീരകം, നല്ല ജീരകം ചേർക്കാറുണ്ട്. അതായത് എൻ്റെ നാട്ടിലൊക്കെ ചേർക്കാറുണ്ട്. പക്ഷേ ഇവിടെ അത് ചേർക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പാലാ സൈഡിലെ ടേസ്റ്റ് ഞാൻ കാണിച്ചു തരാം. കുറച്ച് കുരുമുളകിടും. ഇത്രയും സാധനങ്ങൾ ചേർക്കും. ഇതിലേക്ക് മഞ്ഞളും കൂടെ ചേർത്തിട്ട് ഇതിനെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. നല്ലപോലെ ഫൈനായിട്ട് അരയരുത്. അവിയലിൻ്റെ ഏകദേശം അതുപോലെയൊക്കെ അരച്ചെടുത്താൽ മതി. എല്ലാം അരച്ചെടുക്കാം. ഇപ്പം ഞാൻ തേങ്ങ ചതച്ച് ഒരു 1/4 അരവ് അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. അരയ്ക്കെന്ന് പറയേണ്ട കാര്യമില്ല, ക്രഷ് ചെയ്ത പോലെ ഉള്ളൂ, ചെറിയ രീതിയിൽ. അതിനകത്തേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടാണ് അടിച്ചെടുത്തത്. ഇനി ഇത് നമ്മൾക്ക് ചക്ക വെന്തിട്ടുണ്ട്, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചക്ക വെന്തു, വെള്ളമെല്ലാം പറ്റി. ഇനി നമ്മൾക്ക് ഈ അരപ്പൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സി കഴുകി ഇച്ചിരി വെള്ളവും കൂടെ ഒഴിക്കാം. ആ കൂട്ടത്തിൽ ഉപ്പും കൂടെ ഇടാം. ഇങ്ങനെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് തട്ടിപ്പൊത്തി മൂടി വെക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി തുറന്നിട്ട് നമ്മൾക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സ്പൂണിൻ്റെ മറുവശം ഇട്ടാണ് ഞാനിങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. ഇതിപ്പോൾ ആവശ്യത്തിന് ഞാനിങ്ങനെ ഒന്ന് കുഴച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇളക്കിയൊക്കെ കൊടുത്തു. ഇതിലേക്ക് വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും ഒരു 3-4 ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ മൂപ്പിച്ചു. ഇതും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, ഇത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത് ചേർത്തില്ലെങ്കിലും ചക്ക സൂപ്പറാണ്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ചക്ക വേവിച്ചതെന്നൊക്കെ പറയും. ചക്ക വേവിച്ചത് അല്ലെങ്കിൽ ചക്കപ്പുഴുക്ക്. ഇനി ഇത് നമ്മൾക്ക് സെർവ് ചെയ്യാം. കോഴിയിറച്ചിയുടെ കൂടെ സെർവ് ചെയ്യാം. കടുമാങ്ങ കൂട്ടി കഴിക്കാൻ എനിക്കിഷ്ടമാണ്. പിന്നെ നമ്മുടെ വറ്റൽമുളക് ചമ്മന്തി അരച്ചാൽ അത് കൂട്ടി കഴിക്കാൻ ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ കാന്താരി മുളകും കുറച്ച് വെളുത്തുള്ളിയും വെളുത്തുള്ളിയും ഉള്ളിയും ചുമന്നുള്ളിയും കൂടി ചതച്ചിട്ട് അതിനകത്ത് കുറച്ച് എണ്ണയെല്ലാം കൂടി ഒഴിച്ചിട്ട് അത് കൂട്ടാനും നല്ലതാണ്. എന്ത് കൂട്ടി കഴിച്ചാലും നല്ല അടിപൊളിയാണ് ചക്ക വേവിച്ചത്. ഞാൻ തീയെല്ലാം ഓഫാക്കുവാണ്. നമ്മൾക്കിനി സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ചക്ക വേവിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു ചുക്ക് കാപ്പിയും കൂടെ, കാപ്പിപ്പൊടിയും ചുക്കും പഞ്ചസാരയും അല്ലെങ്കിൽ ചക്കര ഇടണം. ഇങ്ങനെ ഇട്ടിട്ട് എടുത്ത ചൂട് കട്ടൻ കാപ്പി ഇതും കൂടെ കൂട്ടി ചക്ക കഴിക്കാം. ഇതിപ്പോൾ ഞാനിപ്പം മുളകരച്ചതുണ്ട്, ചിക്കൻ കറിയുണ്ട്, അത് കൂട്ടിയാണ് കഴിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടമായില്ലേ? നല്ല അടിപൊളി ചക്ക വേവിച്ചതിൻ്റെ മണം ഇങ്ങനെ ആവി തട്ടി ഇങ്ങനെ മൂക്കിക്കൂടെ കയറി വരുന്നുണ്ട്. എല്ലാവരും ഇത് ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നത്, അല്ല നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ചേർത്തുണ്ടാക്കുന്നത് എന്ന് കമൻറ്റ് ബോക്സിൽ ഇടുവാണെങ്കിൽ എനിക്ക് അങ്ങനെയും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കാമായിരുന്നു. ഞാനുണ്ടാക്കുന്ന രീതി ഇവിടുത്തെ പാലാ സൈഡിലെ രീതിയാണ് ഞാനിപ്പോൾ കാണിച്ചത്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ഇടാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.